വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. അല്ല, എന്താ നീയൊന്നും മിണ്ടാത്തത്? ഇതിലിപ്പോ തെറ്റ് 100% നിന്റെ ഭാഗത്താ. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെയോട് എന്ത് പറയാനാ? എടാ, അത് എനിക്കങ്ങനെ പറ്റിപ്പോയടാ. പക്ഷേ നീ പറഞ്ഞ അങ്ങനെ കേൾക്കും. നീ എന്ത് വിഡ്ഢിത്തരം ഈ പറയണത്? ഒന്നാമത് അങ്ങേര് മദ്യപിക്കാത്ത മനുഷ്യനാണ്. ആ ആളോട് ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച് മെഷീൻ ഓപ്പറേറ്റ് ചെയ്ത് കുഴപ്പങ്ങളുണ്ടാക്കിയതിൻ്റെ പേരിൽ പറഞ്ഞു വിട്ടാ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ശുപാർശ ചെയ്യണം. നീ വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയാൻ. എടാ, അങ്ങനെ കടുപ്പിച്ച് നീ ഒരു തീരുമാനം എടുക്കരുത്. ഏയ്, ഇത് ശരിയാവില്ല. നിനക്കറിയാലോ എൻ്റെ അവസ്ഥ. ഈ ജോലി പോയ പിന്നെ പെരുവഴിയുടെ ആയ പോലെ ആകും എൻ്റെ അവസ്ഥ. നീ പറഞ്ഞ ആ സാറ് കേൾക്കും. പിന്നെ ഡ്യൂട്ടി സമയത്തല്ല, ഒരിക്കലും ഞാൻ മദ്യപിക്കില്ല. എന്താ പോരെ? എടാ, ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കണം പ്ലീസ്. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്. അതിൽ ദുരാസക്തിയുണ്ട്. മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. എഫേസോസ് 5:18. ഹലോ, ആ പറഞ്ഞോ. ഇതേ ക്രിസ്റ്റഫറെ, നീ വർക്ക് തീർത്ത് വന്നാൽ മാത്രമേ പ്രഭാകരൻ സാറിൻ്റെ എനിക്ക് കാശ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എൻ്റെയും നിൻ്റെയും കാര്യമെല്ലാം അവതാളത്തിലാവും. മനസ്സിലായ? ചെയ്ത ജോലിക്ക് കാശ് കിട്ടുള്ളൂ. അല്ല, ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, കൃത്യമായിട്ടുള്ള സമയം പറയണം, എന്നത്തേക്ക് തീരുമെന്ന്. എന്ത്? ഇനി 1.5 മാസവും? എൻ്റെ ഭാര്യയ്ക്ക് മുഴുവൻ നീ കേൾക്കും. 1-2 രൂപയുടെ കാര്യമില്ലത്. കൂടെ പഠിച്ചല്ലേ, കൂട്ടുകാരനല്ലേ എന്ന് കരുതിയപ്പോൾ നീ ആളെ മണ്ടനാക്കണം. 1.5 ആഴ്ച അതിനുള്ളിൽ തീരണം എല്ലാ വർക്കും. തീരില്ലെന്നോ? എന്നാ നീ ഈ വർക്ക് വിട്ടേര്. ആ, ശരി.
തെറ്റുകൾ മറച്ചുവെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. സുഭാഷിതങ്ങൾ 28 അധ്യായം 13 വാക്യം. ചേച്ചി, ഈ ആഴ്ചത്തെ മെഡിസിനാ. തീർന്നു കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. വിൻസിയുടെ ഫീസ് ഞാൻ ഇന്നലെ അടച്ചിട്ടുണ്ട്. ജിൻസിയുടെ മൊബൈല് നാളെ ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവളുടെ പഠിത്തമൊക്കെ ആകെ കുഴപ്പത്തിലാവൂലേ. ചേട്ടന് വരുന്ന ആഴ്ചയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഇതിനൊക്കെ ഞങ്ങള് മോനോട് എങ്ങനെയാ പ്രത്യുപകാരം ചെയ്യേണ്ടത്? ചേച്ചി ഇപ്പൊ ചിന്തിക്കേണ്ടത് അതൊന്നുമല്ല, ചേട്ടനെ പറ്റിയും മക്കളെ പറ്റിയും. മോനെ ദൈവം കാക്കും. ഞാൻ പോട്ടെ മോനെ. എടാ, ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചതാ, ഏതാടാ ഈ ചേച്ചി? നിന്റെ ബന്ധു വല്ലതുമാണോ? അതെ, ഒരു കണക്കിന് ഇപ്പൊ അവരുടെ കുടുംബം എൻ്റെ ബന്ധുക്കളാണ്. സാമൂലേട്ടനും മേരി ചേച്ചിയും മക്കളും. ഒരു കണക്കിനാ? അപ്പൊ ശരിക്കും ബന്ധുക്കളല്ലേ? അതൊന്നും പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. ആ, അതെന്തെങ്കിലും ആട്ടെ. നീ എനിക്ക് വേണ്ടി ജേക്കബ് സാറിനോട് സംസാരിച്ചതേ ഭയങ്കര സഹായമാടാ. ആ, നോക്കിയും കണ്ടുമൊക്കെ നിന്നാ നിനക്ക് കൊള്ളാം. ഇല്ലടാ, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കില്ല, സത്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമ 8 അധ്യായം 28 വാക്യം. ആ മാർട്ടിനെ, ആ, നീ വന്നോ? എന്താണ്, എന്തു പറ്റി? ഇവിടെ വരെ വന്നിട്ട് ഒന്നെൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റാർന്ന? നീ അന്ന് എനിക്ക് വേണ്ടി ജേക്കബ് സാറിനോട് സംസാരിച്ചില്ലായിരുന്നെങ്കിലേ ഞാൻ ആകെ കഷ്ടത്തിലായി പോയേനെ. അല്ല, എന്താ നീയൊന്നും മിണ്ടാത്തത്? നീ ഒരു തെറ്റ് ചെയ്ത് ആ, നിന്റെ ജോലി പോയി. നിനക്ക് വേണ്ടി ഞാൻ ജേക്കബ് സാറിനോട് ശുപാർശ ചെയ്ത്, അപ്പൊ നിനക്ക് ജോലി തിരിച്ചു കിട്ടി. ഓ, ഇവനെന്താ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത്? അല്ലടാ, എനിക്കതിൽ നിന്നോട് നന്ദിയുണ്ട്. ഞാൻ പിന്നീട് മദ്യപിച്ചിട്ടില്ല. ജേക്കബ് സാറിനിപ്പോൾ എന്നോട് വലിയ കാര്യമാണ്. ഞാൻ അറിഞ്ഞു. പക്ഷേ ഞാൻ ചെയ്തൊരു തെറ്റിൻ്റെ പേരിൽ വലിയ മാനസിക വിഷമത്തിലാണ്. അല്ല, നീ മദ്യപിച്ചിട്ടുണ്ടോ? അതേടാ, അത്രയ്ക്ക് ടെൻഷനുണ്ട്. അതാ. എന്തിൻ്റെ പേരിലാണെങ്കിലും ടെൻഷൻ വരുമ്പോൾ മദ്യപിക്കുന്നത് കൊണ്ട് അത് മാറുമെന്നും മനസമാധാനം കിട്ടുമെന്നും പറയുന്നതേ ശുദ്ധ മണ്ടത്തരമാണ്. അതേ, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പഠിച്ചതാണ്. നീ ഇപ്പോഴും കാര്യം എന്താന്ന് പറഞ്ഞില്ല.
എടാ എൻ്റെ വണ്ടി ഒരാളെ തട്ടി. എപ്പോ? എന്നിട്ട്? 2 വീലറിൽ സഞ്ചരിച്ച ആളെ വണ്ടി തട്ടിയ ഞാൻ വണ്ടി നിർത്താതെ പോയി. പിന്നീട് ആ ആളെ ആരെല്ലാമോ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിറ്റേന്ന് പത്രത്തിൽ നിന്ന് ഏത് ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞ ഞാൻ അവിടെ ചെന്നിരുന്നു. അയാളുടെ ഭാര്യയും മക്കളെയും കണ്ടു. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. പ്രഭാഷകൻ 8-ാം അധ്യായം 19-ാം വാക്യം. കാര്യം പറഞ്ഞ അല്ല, നിന്റെ വണ്ടിയാണ് ആളെ തട്ടിയെന്ന്? ഇല്ല. അത് നന്നായി. എന്നിട്ട് പിന്നെ? അപ്പോൾ അവിടെ വെച്ച് കണ്ട ഒരാളെ പോലെ, ഈ സംഭവം പത്രത്തിൽ നിന്ന് വായിച്ചറിഞ്ഞ ഒരാളെ പോലെയും പെരുമാറിയും ഞാൻ ഹോസ്പിറ്റൽ ബില്ലുകൾ അടയ്ക്കുകയും മെഡിസിൻസ് എല്ലാം വാങ്ങി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് എളുപ്പത്തിൽ അവിടെ തടിയേപ്പല്ലേ? അങ്ങനെ ചെയ്യാന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. എന്നിട്ട് പിന്നെ? എന്നാ ആ ചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വരുന്നവരെയും അത് കഴിഞ്ഞും ആ കുടുംബത്തെ ഞാൻ സഹായിച്ചു പോന്നു. ഓ, ഇതിനാണോ നീ ടെൻഷൻ അടിക്കണത്? മനസ്സമാധാനം പോയെന്നൊക്കെ പറയണത്? ഈയിടെ ഇങ്ങനെയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ആര് ചെയ്യും? ഇതിൽ നീ തെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതല്ലടാ, ആ ചേട്ടൻ 1 മാസം മുമ്പ് മരിച്ചു. എടാ, വണ്ടി ഇടിച്ചത് നിന്റെ ആണെന്ന് അവർക്ക് വല്ല സംശയമില്ലുണ്ടാ? അതില്ല. പിന്നെന്താണ്? അല്ല, അയാൾ മരിക്കുന്നതിന് മുൻപ് ഞാനാണ് സാമൂലേട്ടനെ വണ്ടി ഇടിച്ചതെന്നുള്ള സത്യം തുറന്നു പറയേണ്ടതായിരുന്നില്ലേ? അതായിരുന്നു. പക്ഷേ അങ്ങനെ പറയാൻ അന്ന് പറ്റിയില്ലല്ലോ. അന്നത്തെ സംഭവത്തിന് ശേഷം ജേക്കബ് സാറിൻ്റെ അടുത്ത് അത്രയും നല്ലതായി മാറാൻ കഴിഞ്ഞ നിന്നോട് തന്നെ പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അവരെ നീ അറിയും, ആ സാമൂലേട്ടൻ്റെ ഭാര്യനെ. ഞാനറിയുന്നോ? എടാ, നീ അന്ന് ചോദിച്ചില്ലേ ആ ചേട്ടത്തിയെ പറ്റി, അതാരാണെന്ന്? വഴിയിൽ വെച്ച് ഞാൻ സംസാരിച്ച്. അത് 2 മാസം മുമ്പല്ലേ? അതെ. അദ്ദേഹം രക്ഷപ്പെട്ടപ്പോൾ ഞാൻ കരുതി പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ. പക്ഷേ ഇതിപ്പോൾ ഇതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സമാധാനം പോയി. വല്ലാത്ത ടെൻഷനില്ല ഞാൻ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നീ അവർക്ക് ചെയ്യേണ്ടത് ന്യായമായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിപ്പോൾ എന്നോട് പറഞ്ഞത് പറഞ്ഞ്, ആ കുടുംബത്തോടല്ല വേറെ ആരോടും നീ ഇത് പറയാൻ നിൽക്കണ്ട. നീ വീട്ടിലേക്ക് എല്ലാം നോക്ക്. ചേച്ചി, മാർട്ടിൻ എപ്പോ വന്നു? കുറച്ച് നേരം ചേച്ചി. ചേച്ചി അല്ലേ?
പള്ളിക്കിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. പള്ളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ചേട്ടൻ്റെ കല്ലറിലൊന്ന് പോകാൻ തോന്നി. കുട്ടികൾ കോളേജിലൊക്കെ പോകുന്നില്ലേ ചേച്ചി? അവര് രാവിലെ പോയി. എന്തത്യാവശ്യം വന്നാലും ചോദിക്കാൻ മടിക്കരുത് ചേച്ചി. വേണ്ട മാർട്ടിനെ, ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം മാർട്ടിൻ സഹായിച്ചു കഴിഞ്ഞു. ആസ്പത്രിയിലായാലും കുട്ടികളുടെ പഠനത്തിലായാലും വീട്ടിലേക്കായാലും. ഇനിയിപ്പോ ചേട്ടനും പോയി. രക്തബന്ധമല്ലാത്ത ബന്ധുവോ സുഹൃത്തോ ആരും അല്ലാതിരുന്നിട്ട് കൂടി മതി. ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദിയുണ്ട്. ഞാൻ വരട്ടെ മാർട്ടിനെ. ചേച്ചി, എന്താ മാർട്ടിനെ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് ചേച്ചി. ഇനി ഇതിങ്ങനെ മനസ്സിനകത്തിട്ട് വിഷമിച്ച് നടക്കാൻ എനിക്ക് വയ്യ. ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ ചേട്ടൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. നിങ്ങളോടൊക്കെ വർത്താനം പറയുകയും ഇടയ്ക്കൊക്കെ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതി ഞാൻ ആശ്വസിച്ചു. അത് കാണുമ്പോഴൊക്കെ എനിക്ക് അത്ര പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു നേരത്തെ അശ്രദ്ധ, അതെ, അതാണ് സാമൂലേട്ടൻ്റെ ജീവനെടുത്തത്. ഞാനാണ് സാമൂലേട്ടൻ്റെ മരണത്തിനിടയാക്കിയ ആക്സിഡൻറ്റിൻ്റെ കാരണക്കാരൻ. എന്നോട് ക്ഷമിക്കണം ചേച്ചി. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ ചേട്ടൻ മരിക്കുന്നതിന് മുമ്പേ ഇത് പറയേണ്ടതായിരുന്നു. അന്ന് എനിക്ക് അതിനുള്ള ഗട്ട്സ് ഇല്ലായിരുന്നു. ചേച്ചിക്ക് വേണമെങ്കിൽ എന്നെ പോലീസിനെ കാണിച്ചു കൊടുക്കാം. ഞാൻ എല്ലാം ഏറ്റു പറയാം, എല്ലാം സമ്മതിക്കും. ഞാൻ മാർട്ടിനെ പോലീസിന് കാണിച്ചു കൊടുത്താ എന്റെ ചേട്ടൻ തിരിച്ചു വരുമോ? പിന്നൊരു കാര്യം, ചേട്ടൻ അറിയാമായിരുന്നു മാർട്ടിന്റെ വണ്ടിയാ ചേട്ടനെ ഇടിച്ചതെന്ന്. അതെ, അപകടത്തെ തുടർന്ന് ബോധം നഷ്ടപ്പെട്ട് കാനയിൽ കിടന്ന ചേട്ടന്റെ സ്കൂട്ടർ തൊട്ടടുത്ത പോസ്റ്റിൽ ചാരി വെച്ചിരുന്നത് പോലെ ഇരുന്നതും കാനയിൽ കിടക്കുന്ന ചേട്ടനെ ആരും ശ്രദ്ധിക്കാതെ പോകാൻ കാരണമായി. നേരം വെളുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ചേട്ടൻ ഇത്രയും നാളും ജീവിച്ചത് തന്നെ അതിശയം. 7 ദിവസം കഴിഞ്ഞ് ബോധം വന്ന ചേട്ടൻ വല്ലതുമൊക്കെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ മാർട്ടിൻ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ പോലെയായി. ഒരിക്കൽ ആക്സിഡന്റ് ഉണ്ടാക്കിയ ഈ വണ്ടിയുമായി മാർട്ടിൻ വീട്ടിൽ വന്നില്ലേ? അന്ന് മാർട്ടിൻ പോയതിന് ശേഷം ചേട്ടൻ എല്ലാം എന്നോട് പറഞ്ഞു. അന്ന് ആക്സിഡന്റ് പറ്റി വീണ് കിടക്കുന്ന ചേട്ടനെ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കിയ മാർട്ടിൻ ചോരയിൽ കുളിച്ചിടുന്ന ചേട്ടനെ രക്ഷിക്കാതെ അവിടുന്ന് വണ്ടിയുമായി രക്ഷപ്പെട്ടു. ഇങ്ങോട്ട് പറയാതെ ഒരു കാരണവശാലും മാർട്ടിനോട് ഈ വിവരം പറയരുതെന്ന ചേട്ടൻ പറഞ്ഞിരുന്നു. അപ്പോഴത്തെ ഭയപ്പാടിൽ അവൻ പേടിച്ചു പോയതുകൊണ്ടായിരിക്കുമെന്നും പറഞ്ഞു. അല്ലേ പിന്നെ ആക്സിഡന്റിന്റെ വാർത്ത കണ്ട് സഹായിക്കാൻ വന്നതാണെന്നും പറഞ്ഞ് നമ്മളെ സഹായിക്കാൻ ഹോസ്പിറ്റലിൽ വരേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അത് അവന്റെ മനസ്സിൽ നന്മയുണ്ടായതുകൊണ്ട് മാത്രമാണെന്ന് ചേട്ടൻ പറഞ്ഞു. എന്നെങ്കിലും ഇത് മാർട്ടിൻ പറഞ്ഞ അന്ന് നീ പറയണം, എനിക്ക് മാർട്ടിനോട് ഒരു വഴക്കുമില്ലായിരുന്നു. പിന്നെ മാർട്ടിനെ, ഞാനും എൻ്റെ 2 പെൺമക്കളും ഇതും പറഞ്ഞ് മാർട്ടിനോട് പ്രതികാരം ചെയ്യാൻ വരില്ല. കാരണം അത് ചേട്ടൻ ഒരിക്കലും ഇഷ്ടമാവില്ല. ദൈവത്തിന് ചേച്ചി, ഞാൻ വരട്ടെ മാർട്ടിനെ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം
നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. സങ്കീർത്തനങ്ങൾ 128 അധ്യായം 1-2 വാക്യങ്ങൾ. ചേച്ചി എന്തൊക്കെ 2 പ്രാവശ്യം ഞാൻ വീട്ടിൽ വന്നു. അപ്പം മക്കള് പറഞ്ഞ് പള്ളി പോയിക്കണമെന്ന്. ഞാൻ പള്ളിയിലേക്ക് വരാൻ വേണ്ടി പോയതാണ്. എന്താ കാര്യം? മാർട്ടിന്റെ കൂട്ടുകാരനല്ലേ? അതെ. എൻ്റെ ചേച്ചി വീട്ടിലേക്ക് വാ. ചേച്ചിയുടെ ജീവിതത്തിന് വരാൻ പോണ വലിയൊരു മാറ്റത്തിനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. എന്തു മാറ്റം? എന്താണെങ്കിലും ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി. കാര്യം ചെയ്ത് ഞാൻ ആ മാട്ടിന്റെ കൂട്ടുകാരനാണ്. പക്ഷേ കൊലപാതകത്തിനും ചതിക്കും കൂട്ടി നിൽക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ പറഞ്ഞതൊക്കെ ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. നിങ്ങളോട് ചക്കര വർത്താനം പറഞ്ഞ് നിങ്ങളോട് കൂടെ നിങ്ങളെ സഹായിക്കാൻ കൂടിയിരിക്കുന്ന ആ മാർട്ടിനില്ലേ, അവനൊരു കൊലപാതകിയാണ്. കൊലപാതകി. അതിന് ആരെ കൊന്നേന്ന് പറഞ്ഞാൽ ചേച്ചി ഞെട്ടും. ആൻഡോ പറയേ. ചേച്ചിയുടെ ഭർത്താവ് സാമൂലേട്ടനാ. ആര് പറഞ്ഞു? എനിക്ക് വ്യക്തമായിട്ട് അറിയാന്ന്. ഇതിലെല്ലാം വ്യക്തമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊലപാതകി തന്നെ പറഞ്ഞ മർഡർ സ്റ്റോറി. ഈ കേസ് കോടതിയിലെത്തിയാലുണ്ടല്ല, കുറ്റവാളി മാർട്ടിന് ശിക്ഷിക്കപ്പെടും. നിങ്ങൾക്ക് ലക്ഷങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. എല്ലാം ഇതിലുണ്ട്. കേൾക്ക്. കട്ടിയല്ലേന്ന്. എന്താ നീ കാണിക്കണം? നശിപ്പിച്ച്. എന്റെ ചേച്ചി ഇപ്പൊ ലക്ഷങ്ങൾ പോയില്ലേ ഇതിനകത്തുനിന്ന്. എന്റെ പൊന്നോ. ഞങ്ങളുടെ ചേട്ടൻ വണ്ടി ഇടിച്ചാ മരിച്ചത്. ഏത് വണ്ടി ഇടിച്ചാണെന്ന് ഞങ്ങൾക്കറിയില്ല. യാതൊരു തെളിവും ഇല്ല. ആർക്കും ഒന്നും അറിയില്ല. താൻ ഇതിനു വേണ്ടി കഷ്ടപ്പെടണമെന്നില്ല. അല്ല, ഇവരിതെന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ട് പോണത്? ഇത്ര വലിയ തെളിവുകളെ കൊടുത്തിട്ടേ അവൻ കൊന്നു പറയുന്നു. ഇവര് പറയുന്നവർ ആരാന്ന് അറിയില്ലെന്ന്. എനിക്കിതെന്തിൻ്റെ ഇതാണ്. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്നും തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ലൂക്ക 6 അധ്യായം 45 വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി. 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.